ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകൾ ആലപ്പുഴയിൽ നിന്ന് കാണാം. അതിനുശേഷം 50 വാർത്തകൾ വേഗത്തിലെത്തിക്കാൻ ശ്രുതി ശരത്തുമെത്തും. ബ്രേക്കിംഗ് അവേഴ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞാനും ജാക്കിയും ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ്. ആ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ കരുനാഗപ്പള്ളിക്കടുത്തുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കൊപ്പം ശ്രീ KC വേണുഗോപാൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്വസ്റ്റിലേക്ക് നേരിട്ട് കിടക്കുക. ഒന്ന്, ഇന്നലെ മുഖ്യമന്ത്രി പഴയ പേര് ഓർമ്മിപ്പിക്കരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് പറയും. രാജ്യം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നത് ഈ മുന്നണി മര്യാദയ്ക്ക് ചേരുന്നതാണ്. നരേന്ദ്രമോദി പോലും ഇപ്പൊ വിളിക്കാത്ത ആ സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ അത് എത്തണമെങ്കിൽ എത്രമാത്രം അയാൾ ആന്റി രാഹുൽ ഗാന്ധിയും ആന്റി കോൺഗ്രസുമാണ്. അതായത് ആന്റി മോഡിയേക്കാൾ ആന്റി രാഹുൽ ആണ് പിണറായി വിജയൻ എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിനകത്ത് മുഖത്ത് നോക്കിയിട്ട് അഡാനിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പാർലമെന്റിനകത്താ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വരി മുഖത്ത് നോക്കിയിട്ട് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ആർജവം പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറയട്ടെ. നേരിട്ട് കണ്ടിട്ട് യെച്ചൂരിയുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച്. ആ പേര് വിളിക്കാൻ യെച്ചൂരി ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ മര്യാദ കേരളത്തിലെ CPM ഘടകം ലംഘിക്കുന്നു. തീർച്ചയായിട്ടും അത് കേരളത്തിലെ CPM എല്ലാ കാലത്തും ഈ ആന്റി BJP മൂവ്മെന്റ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നത്. CMRL വിഷയത്തിലടക്കം അല്ലെങ്കിൽ കരുവന്നൂരിന്റെ വിഷയത്തിലടക്കം ED CPM നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ നിലപാടെന്ത്? നിയമപരമായിട്ടുള്ള അറസ്റ്റിനെ ആണെങ്കിൽ ഞങ്ങൾ അനുകൂലിക്കും. നിയമപരമായിട്ടാണെങ്കിൽ മാത്രം, അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ സഹായിക്കാൻ കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം CPM സഹായിക്കാൻ. നമുക്കൊപ്പം രണ്ട് കലാകാരന്മാർ കൂടിയുണ്ട്. കരുനാഗപ്പള്ളി ഭാഗത്തെ രണ്ട് കലാകാരന്മാർ. നല്ല ചിരിയോടുകൂടിയുള്ള അമൃതയുടെ പാട്ടിൽ നമുക്ക് തുടരാം. കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. ഗംഭീരം അല്ലേ? അപ്പോൾ അയ്യപ്പന്റെ ഊഴമാണ്. മയിലായി ഓ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമിന്നഴകി. നമ്മളിപ്പോൾ ഉള്ളത് തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുമ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആത്മവിശ്വാസം എത്രത്തോളം? 101%. KC എന്നോട് പറഞ്ഞത് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ ഭയമാണ്. പാർലമെന്റിൽ ആരെങ്കിലും ഉണ്ടോ മോഡിയോട് ഏറ്റുമുട്ടാൻ? ഇവരാരെങ്കിലും ഉണ്ടോ? എന്താ ചെയ്യുന്നവര്? മോഡിക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുക്കല്ലേ ഇവരെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഒന്നാഴ്ച KC വേണുഗോപാൽ ഇവിടെ ജയിച്ചെന്നിരിക്കട്ടെ. 2.5 കൊല്ലത്തെ കാര്യം കിട്ടുന്നത് അവർക്ക് പകരം രാജസ്ഥാനിൽ നിന്ന് BJP അല്ലേ കിട്ടുന്നത്. ഇതറിയാവുന്ന പുള്ളി മത്സരിക്കാം. എന്താണ് നിർമ്മലാ സീതാരാമൻ മത്സരിക്കാത്തത്? കർണാടകത്തിൽ നിന്ന് പകരം ആളെ കിട്ടത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ? ആ പൊളിറ്റിക്സ് പോലും മനസ്സിലാക്കാത്ത എന്ത്? വീണാ വിജയനെ ചോദ്യമുന്നയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവോ? അല്ല, അതൊന്നും തിരിച്ചടിയാകത്തില്ല. കാര്യം ED = ഇലക്ഷൻ ഡ്യൂട്ടി. ED എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ സ്പെല്ലിംഗ് ഇത് എക്സ്പാൻഷൻ മാറ്റി ഇലക്ഷൻ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, താങ്ക് യു ആരിഫ്, താങ്ക് യു. നമ്മളെയൊക്കെ തൊട്ടുപോകുന്ന നാടൻ പാട്ടുമായിട്ട് ചെക്കൽ മ്യൂസിക് ബാൻഡ്. അതൊക്കെ തുടങ്ങിയാലോ? തെക്കുതക്കേ തെക്കേലൊരു ദൈവത്താനുണ്ട്, തെക്കുതക്കേ തെക്കേലൊരു ചമ്മന്താനുണ്ട്. നമ്മുടെ ഈ യാത്ര ഇനി 4 ദിവസം കൂടി നീണ്ടു നിൽക്കും. ഇനി നാളെ നമ്മൾ കണ്ടുമുട്ടുന്നത് പത്തനംതിട്ടയിൽ.